ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും സ്റ്റാൻലിയായിട്ട് നല്ലൊരു സ്നേഹവും ഒരു ബോണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. കാരണം സ്റ്റാൻലി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അലീന ബാലചന്ദ്രനെ അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നത് തന്നെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഒരു തവണ പോലും പപ്പ എന്ന് വിളിച്ചിട്ടില്ല എന്ന് അലീനയുടെ മുഖത്ത് നോക്കി പറയാണ്. അപ്പോൾ അലീന തിരിച്ച് പറയാണ് കേട്ടോ, അത് അച്ഛൻ എന്നെ അത്രയ്ക്കും വാത്സല്യത്തിൽ തേൻ മുക്കി വിളിക്കുന്നത് കൊണ്ടാണ് ഞാനും തിരിച്ച് അതേപോലെ വിളിക്കുന്നത്. അന്നേരം പപ്പയ്ക്ക് ശരിക്കും അത്രയും ആഴത്തിലുള്ള സ്നേഹം ഇല്ലയെന്ന് സ്വയം സ്റ്റാൻലി തിരിച്ചറിയുകയാണ്. അപ്പോൾ സ്റ്റാൻലി തന്നെ പറയാ, കുറച്ച് സമയം എടുക്കുമായിരിക്കും മോളെ അങ്ങനെ ഒരു ആഴത്തിലേക്ക് എത്താൻ. എന്തായാലും ശരിയായി വരുമായിരിക്കും അല്ലേ. അങ്ങനെ വിചാരിച്ചാൽ പെട്ടെന്നൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല, എന്നാലും സാധിച്ചെടുക്കാൻ പറ്റും എന്ന് അലീന അച്ഛനോട് പറഞ്ഞു കൊടുക്കാട്ടോ. പിന്നെ എനിക്കും കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അത്ര ആഴത്തിൽ പപ്പാന്ന് വിളിക്കാനായിട്ടെ. അങ്ങനെ അവർ സംസാരിക്കും. എന്നിട്ട് സ്റ്റാൻലി പറയാണ്, മോള് എല്ലാവരോടും ഇങ്ങനെ അനാഥയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്, അത് ഇനി വേണ്ട, ഇനി മോൾക്ക് എല്ലാവരും ഉണ്ട്. നമ്മുടെ അലീന പറയുന്നുണ്ട്, അതിലൊരു തെറ്റുമില്ല, കാരണം ഞാൻ അങ്ങനെ തന്നെ വളർന്നവളാണ്, ജീവിച്ചവളാണ്. ഇനി എവിടെ പോയാലും ആരും അത് തിരിച്ചറിയുകയും ചെയ്യും, കാരണം അങ്ങനെയാണല്ലോ. പോരാഞ്ഞിട്ട് ഇനി ഈ പുതിയ വീട്ടിൽ വന്ന് ഇവിടെയും പല ആളുകളുണ്ട്, അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയണ്ടേ. അന്നേരം ഞാൻ പപ്പയുടെ മോളാണെന്ന് വലിയ ഗമയിൽ പറഞ്ഞിട്ട് പിന്നീട് ഞാനൊരു അനാഥയായിരുന്നു എന്ന് അറിയണതിനേക്കാളും നല്ലതല്ലേ ഞാനൊരു അനാഥയായി ജീവിച്ചിട്ട് എനിക്കിപ്പോൾ പപ്പയുണ്ട്, എല്ലാവരും ഉണ്ടെന്നൊരു രാജകുമാരിയെ പോലെ ജീവിക്കാം, അതല്ലേ നല്ലത്. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അലീനയുടെ ഓരോ വാചകങ്ങളും വാക്കുകളും സ്റ്റാൻലിയുടെ മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയ്ക്ക് സ്നേഹത്തോടുകൂടിയുള്ള ഒരു ഷേക്ക് ഹാൻഡും ഒക്കെ കൊടുക്കുകയാണ്. മോക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ ജോലിക്കാരുണ്ട്, പറഞ്ഞോളണം, ഒന്നും മടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടു കൂടെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പച്ചൻ അവിടെ വന്നിട്ടുണ്ട്. സ്റ്റാൻലിയുടെ അപ്പച്ചൻ അവതക്കുട്ടി ചായൻ, അയാൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി കയറി വരികയാണ് കേട്ടോ. വരുമ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരായ ബൈജുവും ആൻ്റപ്പനും ഔസേപ്പും ഒക്കെ ചെവിയിൽ നല്ല പോലെ കൊളുത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പെണ്ണിനെ വിളിച്ചും കൊണ്ട് വന്നിട്ടുണ്ട്, മകളാണെന്ന് അവകാശം പറയുന്നുണ്ട്, അവളേതോ അനാഥയാണെന്നൊക്കെയാണ് പറയണതെന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒരുത്തിയെ ഞാൻ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലടാ, അവളെ പറഞ്ഞു വിടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല അപ്പച്ചായ. പിന്നെ ഇവിടെ സ്റ്റാൻലി സാറിന് ഭയങ്കര കാര്യം ആ പെണ്ണിനോട്, ആ കാര്യമൊക്കെ ഞാൻ അങ്ങ് തീർത്ത് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അവളെ ഞാനങ്ങ് കൊണ്ടുപോകും. ഇവിടെ 2-3 പട്ടികളുണ്ടല്ലോ, അത് കടിക്കുന്നതല്ലേ. എന്നാലും അതുപോലെ ഇവിടെ ഒരുത്തിയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അവളെ അങ്ങനെ കടിക്കുന്ന പട്ടിയാണെങ്കിൽ അവളുടെ പല്ല് ഞാനങ്ങ് പിഴുത് ഞാൻ തന്നെ കൊണ്ടുപോകും, നീ നോക്കിക്കോടാ, കാണിച്ചു തരാം നിനക്കൊക്കെ, ഇപ്പം ഞാൻ അവളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞും കൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ സ്റ്റാൻലിക്ക് പപ്പയ്ക്ക് സ്റ്റാൻലിയോട് ചെറിയൊരു പരിഭവമുണ്ട്. പപ്പ ഇങ്ങനൊരു കാര്യത്തിന് ഏറ്റെടുക്കരുത്, അവളെ വിളിച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ടും സ്റ്റാൻലി സ്വന്തം മകളായിട്ട് അംഗീകരിച്ചു കൂടെ നിർത്തിയതിലുള്ള ദേഷ്യമാണ് കേട്ടോ. അതിനെതിരായിട്ട് പപ്പ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ, കുടുംബത്തിനോട് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്, എടുത്തു ചാടിയതൊന്നും തലയിലെടുത്ത് വെക്കരുതെന്ന്. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ എൻ്റെ കൂടെ പുനലൂർക്ക് അവളെ അങ്ങോട്ട് വിട്ടേര്, ഞാൻ അവിടെ കൊണ്ട് നിർത്തിക്കാം. ആളുകൾ ചോദിക്കും, പക്ഷേ ഞാൻ പറഞ്ഞോളാം, ചിന്നമ്മയുടെ അനിയത്തിയുടെയോ കുഞ്ഞമ്മയുടെയോ ബന്ധത്തിലെ ആരുടെയെങ്കിലും ഒക്കെ ആളാണെന്ന് ഞാനങ്ങ് പറഞ്ഞു നിന്നോളാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പതിയെ ഞാൻ അവിടുന്ന് അവളെ മാറ്റിക്കോളാം. പിന്നെ അതല്ലേ നല്ലത്, നീ ഒരു കാര്യം ചെയ്യും, അവളെ ഇങ്ങോട്ട് വിളിക്ക്. അപ്പച്ച, അങ്ങനെ അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നോ, ഞാൻ അവളെ സ്വീകരിക്കണമായിരുന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പച്ച. അവൾ അച്ഛനും അമ്മയൊന്നും ആരാന്ന് പോലും അറിയാണ്ട് 10-23 വർഷം അനാഥാലയത്തിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് വളർന്നതാ. സ്നേഹം എന്ന് പറയുന്നത് അവൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവൾക്ക് എല്ലാവരും ഉണ്ട്, ഇനിയെങ്കിലും അവൾക്ക് സ്നേഹം കിട്ടണം. സ്നേഹത്തോടുകൂടി ബന്ധുക്കൾ, കുടുംബക്കാർ, സ്വന്തക്കാർ എല്ലാവരും അംഗീകരിക്കപ്പെടണം. അങ്ങനെ ഇനി അവളെ ജീവിക്കാൻ, അതാണ് എൻ്റെ ആഗ്രഹം. ഷെടാ ഇതെന്ത് പാട്, എടാ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലയോ? പിന്നെ ഇതൊന്നും നമ്മൾ നാട്ടിൽ നടപ്പിന് ചേരുന്നതല്ലെന്നേ. കുടുംബം എന്ന് പറയണ ഒന്നും നിനക്കില്ലേ? ആയിക്കോട്ടെ അപ്പച്ച, എല്ലാവരും ഉണ്ടായിരിക്കും, പക്ഷേ അലീനെ എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. നീ അവളെ ഇങ്ങോട്ട് വിളിച്ച്, ഞങ്ങളിവിടെ കുടിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നിടത്ത് അവൾ വരില്ല അപ്പച്ച. അവളൊരു പ്രത്യേകതര സ്വഭാവമാണ്, നിർത്തേണ്ട നിലയ്ക്ക് ആദ്യമേ നിർത്തണമായിരുന്നു, ഇല്ലെങ്കിൽ ഇവളുമാരെല്ലാം തലയിൽ കയറും. അങ്ങനെയല്ല അപ്പച്ചൻ വിചാരിക്കണ പോലെയല്ല. ശരി, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം, വാ. അങ്ങനെ ഇവർ മദ്യപിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് പുറത്തേക്ക് വന്നിട്ട് അലീനയെ വിളിക്കാം കേട്ടോ.
അപ്പോൾ പറയണ എന്തായാലും അപ്പച്ചൻ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് നിന്ന കുട്ടിയല്ലേ അലീന, അവളെ എന്തായാലും അപ്പച്ചൻ കാണും, അത് കഴിഞ്ഞിട്ട് മതി ഇനിയുള്ള സംസാരം. നീ വിളിക്ക്, അലീനയെ വിളിക്കുക കേട്ടോ. അലീനയ്ക്ക് ഉറപ്പുണ്ട് എന്തായാലും തന്നെ അടിച്ച് ഓടിക്കാനും ദേഷ്യം കൊണ്ടുവന്നതാണ് ഈ അപ്പൂപ്പനെന്ന് മനസ്സിലാവുകയാണ്. പുറത്തേക്ക് അലീന ഇറങ്ങി വരുന്നതും നമ്മുടെ ഉദക്കുട്ടിച്ചായൻ അലീനയെ കാണുന്നതും അന്തം വിട്ടു പോവാട്ടോ. തൻ്റെ ഭാര്യയായ ചിന്നമ്മയുടെ അതേ മുഖച്ചായ തന്നെയാണ് അലീനയ്ക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് പോയി നോക്കണ്ട. പെട്ടെന്ന് തന്നെ ഇത്രയും കൊല്ലാനുള്ള ദേഷ്യത്തിൽ വന്ന നമ്മുടെ ഔതക്കുട്ടിച്ചായനെ അലീനയ്ക്കോട് ഭയങ്കര സ്നേഹവും അലിവും തോന്നുക കേട്ടോ. മോളേന്ന് വിളിക്കുകയാണ്, അടുത്ത് വിളിക്കുന്നുണ്ട്. പിന്നെ നിന്നെ കണ്ടാൽ ശരിക്കും ഇവൻ്റെ നമ്മുടെ ഇവിടെ അമ്മച്ചി പോലെയുണ്ട് എൻ്റെ ഭാര്യ ചിന്നമ്മ, അവളെ വരച്ച് വെച്ചതുപോലെ ഉണ്ടല്ലോ മോളെ നിന്നെ. അത് കൂടെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് സന്തോഷമായി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പച്ചായ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി വന്നതല്ലേ? അല്ലല്ല, ആരാ പറഞ്ഞ അങ്ങനെ? എനിക്ക് തോന്നി. ഇല്ലെന്നേ, നിന്നെ അങ്ങനെയൊന്നും ഓടിച്ചുകൂടെ എനിക്ക് കഴിയില്ല. നീ എൻ്റെ മോളല്ലേ, കൊച്ചുമോളല്ലേ, സ്റ്റാൻഡിയുടെ മോളല്ലേ. ഇനി എന്ത് തെളിവ് വേണം? ആർക്ക് വേണം ഇനി ഒരു തെളിവ്? ഇത് കൂടെ മുഖച്ചായ തന്നെ കണ്ടില്ലേ ചിന്നമ്മയെ വരച്ച് വച്ചതുപോലെ. സത്യം പറഞ്ഞ ഔതക്കുട്ടിച്ചായൻ അലീനയോടങ്ങ് അടുത്തു. അലീനയും അപ്പച്ചനെ മയക്കി എടുത്തിട്ടുണ്ട്. ഇനിയും അപ്പച്ചനും അടിപൊളി ഒരു ചായ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അലീനയുടെ കൈ കൊണ്ട് ഒരു കപ്പ് ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനൊരുട്ടല്ലാത്തൊരു ടേസ്റ്റ് അതങ്ങ് അപ്പച്ചനെ മയക്കി കളഞ്ഞിട്ടുണ്ട്. അലീനയോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെ. നിൻ്റെ കണക്കൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല. ശരിക്കും ഇത് നിൻ്റെ കൊച്ചു തന്നെയാണെന്ന് എനിക്കിപ്പോൾ ബോധമായിട്ടുണ്ട്. ഇവളെ ഇനി നമുക്ക് പറഞ്ഞു വിടണ്ട. ഈ കുടുംബത്തിലെ തന്നെ അവൾ വളരണം. അവളെ നമുക്കിവിടെ നിർത്തണം, വളർത്തണം, ഇനിയും അവളെ കെട്ടിച്ച് വിടണം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കേട്ടോ അവരിങ്ങനെ. അലീനയെക്കുറിച്ച് തോരാതെ അലീനയും അപ്പച്ചനോട് അങ്ങ് അടുത്തു. കാരണം വൈജയുടെ വീട്ടിൽ മുത്തശ്ശിയായിട്ട് പെട്ടെന്ന് അടുത്തത് അലീനയല്ലേ, അതുപോലെ തന്നെ ഇവിടെയും അപ്പച്ചനെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലീനെ അടിച്ചോടിക്കാൻ വന്ന അപ്പച്ചൻ അലീനയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ കടപ്പാട്ടാണെങ്കിലും വൈജയും ബാലചന്ദ്രനും കൂടെ അടി കൊടുക്കും. അത് കട്ടയ്ക്ക് നിൽപ്പുണ്ട്. കാരണം വന്ന പാടെ ഇത്രയും രൂപയും സ്വർണ്ണവും ഒക്കെ അലീനയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ബാലചന്ദ്രൻ്റെ മുന്നിൽ അങ്ങ് ഞെളിഞ്ഞ് നിൽക്കാനും തുടങ്ങി. ബാലചന്ദ്രനോട്ട് വിട്ടു കൊടുക്കുമോ? ബാലചന്ദ്രൻ കൂടെ ഒക്കെ പറയുന്നുണ്ട്, കൊടുത്തത് വളരെ കുറഞ്ഞു പോയി. ഒരു പക്ഷേ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ എപ്പോഴെങ്കിലും തട്ടിപ്പോയാൽ ബാക്കിയും കൂടെ നീ അവൾക്ക് കൊടുത്തേക്കണം, അത് നിൻ്റെ കടമയാണെന്ന്. അങ്ങനെ അതിനു വേണ്ടി അവൾ എന്ത് മലമറിച്ച പണിയാണ് ഇവിടെ ചെയ്തത്. ശരി, നിങ്ങൾ പറയണ പോലെ അവൾ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ് കൊടുത്തതെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ജോലി കഴിഞ്ഞ് ഇവൾ ഇവിടുന്ന് പോയല്ലോ, വേറെ വീട്ടിൽ നിങ്ങൾ കൊണ്ടാക്കിയല്ലോ, അപ്പോഴും കുറേ ചിലവാക്കിയല്ലോ. എനിക്ക് മനസ്സിലാവണുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ ഇടപാടെന്നൊക്കെ. എന്നെ അങ്ങനെ പൊട്ടത്തിയാക്കാൻ നോക്കല്ലേ, കള്ളത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കള്ളത്തരവും കപടത്തരവും വഞ്ചനയും ചതിയൊക്കെ എൻ്റെ കുടുംബക്കാരുടെ എന്നല്ല, നീയും നിൻ്റെ കുടുംബക്കാരുമാണ് ഇതൊക്കെ ചെയ്തത്. വെറുതെ എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്കം കൊടുത്തിട്ട് ബാലചന്ദ്രൻ പോവാണ് കേട്ടോ. ഓരോ കുത്തുവാക്കുകൾ വൈജയുടെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. പക്ഷേ വൈജയ്ക്ക് അറിയില്ലല്ലോ ഇത് സത്യം അറിഞ്ഞിട്ടുള്ള കുത്തുവാക്കുകളാണെന്ന്. അതുകൊണ്ട് വൈജ ഒരു തരി വിട്ടുകൊടുക്കുന്നില്ല. കൃഷ്ണയും ബബ്ദയും കട്ടയ്ക്ക് അച്ഛനൊപ്പം നിന്ന് അമ്മയ്ക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനോട് വഴക്കുണ്ടാക്കാൻ പോണതിനെ കൊണ്ട് തന്നെയാണ്. എന്നിട്ട് നമ്മുടെ അലീനയാണെങ്കിലും അലീനയെക്കുറിച്ച് മോശം പറയണതൊന്നും കൃഷ്ണയ്ക്കോ ബബിതയ്ക്കോ ഒന്നും തീരെ ഇഷ്ടമാവണമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലീന അപ്പച്ചൻ അലീനയോട് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അവിടെ സ്റ്റാൻലിയുടെ വീട്ടിൽ അവിടെ നല്ലൊരു ബോണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും അപ്പച്ചൻ ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റാൻലി പപ്പയും മകളും തമ്മിലുള്ള ഒരു വല്ലാത്ത സ്നേഹപ്രകടനങ്ങളും സ്നേഹവും ഇനി അങ്ങോട്ട് സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹവും ഒക്കെ കാണാൻ കിട്ടും. നമുക്ക് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.